ഇത് ഞങ്ങളുടെ നാസ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഞങ്ങൾ ഞങ്ങളുടെ നാസ ബസ് ടൂർ കണ്ടിന്യൂ ചെയ്തു. സ്പേസിലെത്തിയ ആദ്യത്തെ അമേരിക്കൻ ആസ്ട്രോനോട്ടായ അലൻ ഷെപ്പേർഡ് സഞ്ചരിച്ച മെർക്കുറി റെഡ്സ്റ്റോൺ 3 അഥവാ ഫ്രീഡം 7 എന്ന റോക്കറ്റിന്റെ മോഡലാണ് ഈ കാണുന്നത്. The Vehicle Assembly Building, the VAB, is one of the largest buildings in the world, but it doesn't look like it because there's nothing out here to compare it to. Take a look at that flag on the side. Those stars are 6 feet from point to point. The stripes are wide enough we could drive this bus down any one of them. It's the tallest single-story building in the world and the 6th largest by volume. If you could take the Empire State Building apart segment by segment and then stack those segments inside, the VAB would actually hold 3.5 Empire State Buildings. ഞങ്ങൾ ബസ് ടൂറിന്റെ സ്റ്റോപ്പിലെത്തി. അപ്പോളോ സാറ്റേൺ V സെന്റർ. അമേരിക്കൻ സ്പേസ് ഹിസ്റ്ററി മാറ്റിമറിച്ച, മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ മിഷനിൽ ഉപയോഗിച്ച അതേ കൺസോളാണ് ഞങ്ങൾ മുന്നിൽ കണ്ടത്. This is the firing room. Launch control for the Apollo missions. This is not a mock-up. These are the very consoles we sat at when men first took off to fly to the moon. The tragedy of Apollo 1 had put us a year and a half behind. We were making up for it in one big leap. And we were doing it with a rocket that no man had ever flown before. ഡിസംബർ 21, 1968 ആദ്യമായി ചന്ദ്രന്റെ ഓർബിറ്റിലെത്തിയ അപ്പോളോ 8 എന്ന മാൻഡ് സ്പേസ് ക്രാഫ്റ്റിന്റെ ലോഞ്ചിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ വിറ്റ്നസ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അപ്പോളോ 8 ലോഞ്ചിന്റെ തത്സമയ ദൃശ്യങ്ങളുടെ ഒരു റീക്രിയേഷൻ. നാസയുടെ എഞ്ചിനീയർമാരും മിഷൻ കൺട്രോൾ ടീമും പരസ്പരം സംസാരിക്കുന്നതും കമാൻഡുകൾ കൈമാറുന്നതും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം, ത്രില്ലടിക്കാം. റോക്കറ്റ് ലോഞ്ച് കൗണ്ട് ഡൗണിൻ്റെ അവസാന സെക്കൻഡുകളിൽ ഞങ്ങളുടെ സീറ്റുകൾ കുലുങ്ങി വിറച്ചു, ഭൂമി കുലുങ്ങുന്ന പോലെ. റോക്കറ്റിൻ്റെ എക്സ്പ്ലോസീവ് ശബ്ദം കൂടിയായപ്പോൾ ഞങ്ങൾ പല്ലിറുമി സീറ്റിൽ പിടിച്ചിരുന്നു. റോക്കറ്റ് ലോഞ്ച് കണ്ട് കോരിത്തിരിച്ച് റൂമിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ മെയിൻ എക്സിബിറ്റിലേക്ക് നടന്നു. സർപ്രൈസുകൾ അവസാനിക്കുന്നില്ല. അതാ ഞങ്ങളുടെ മുന്നിൽ അപ്പോളോ മിഷനിലെ സാറ്റേൺ V റോക്കറ്റ്. ലോഞ്ച് സമയത്ത് 30 ലക്ഷം കിലോഗ്രാം തൂക്കവും 363 അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ റോക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരവും ഏറ്റവും തൂക്കവും ഏറ്റവും വലുപ്പവുമുള്ള റോക്കറ്റ് എന്ന റെക്കോർഡിൻ്റെ ഉടമ. 1968 മുതൽ 1975 വരെ 13 സാറ്റേൺ V റോക്കറ്റുകളാണ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ലോഞ്ച് ചെയ്തത്. സാറ്റേൺ V റോക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ നാസയുടെ ഒരു ഗൈഡും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഓർബിറ്റിലെത്താൻ സാറ്റേൺ V റോക്കറ്റ് 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിന്റെ നീളം 138 അടിയും ഭാരം 23 ലക്ഷം കിലോഗ്രാമുമാണ്. ഇതിൽ നിറച്ചിരിക്കുന്ന ഇന്ധനം 12 ലക്ഷം ലിറ്റർ ലിക്വിഡ് ഓക്സിജനും 7.7 ലക്ഷം ലിറ്റർ കെറോസീനുമാണ്. ഗൈഡ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കരുതി ഇത്രയും ഫ്യൂവൽ ഉപയോഗിച്ച് സാറ്റേൺ V അവിടെ എത്തിച്ചേരുമായിരിക്കുമെന്ന്.
പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇന്ധനം കത്തിച്ചു തീർക്കാൻ സാറ്റേൺ 5 വെറും 168 സെക്കൻഡ് മാത്രം മതി എന്നുള്ളതാണ്. 168 സെക്കൻഡിനുള്ളിൽ 67 കിലോമീറ്റർ പിന്നിട്ട് സാറ്റേൺ 5 നിന്നും സ്റ്റേജ് 1 ഡിറ്റാച്ച് ആവുന്നു. സ്റ്റേജ് 2 9.8 ലക്ഷം ലിറ്റർ ലിക്വിഡ് ഹൈഡ്രജനും 3 ലക്ഷം ലിറ്റർ ലിക്വിഡ് ഓക്സിജനുമാണ് ഇന്ധനം. 360 സെക്കൻഡിനുള്ളിൽ ഇത് കത്തിത്തീർന്ന് സാറ്റേൺ 5 സ്റ്റേജ് 2 ഗുഡ് ബൈ പറയും. പിന്നീട് സ്റ്റേജ് 3 ആസ്ട്രോനട്ടിനെയും വഹിച്ച് ചന്ദ്രനിലേക്ക് യാത്ര നടത്തുന്നത്. ലൂണാർ മിഷന് ശേഷം സ്റ്റേജ് 3 ലൂണാർ മൊഡ്യൂൾ മാത്രമാണ് ആസ്ട്രോനട്ടിനെയും കൊണ്ട് തിരിച്ച് ഭൂമിയിലെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാറ്റേൺ 5 99% കത്തിത്തീർന്നതിന് ശേഷം വെറും 1% മാത്രമാണ് ഭൂമിയിൽ തിരിച്ചെത്തുന്നത്. സാറ്റേൺ 5 അമ്പരിപ്പിക്കുന്ന ഫാക്റ്റുകൾ കേട്ടതിന് ശേഷം മൂണിൽ ലാൻഡ് ചെയ്ത ലൂണാർ മൊഡ്യൂളും ചന്ദ്രനിൽ അമേരിക്കൻ ആസ്ട്രോനട്സ് ഓടിച്ച ലൂണാർ വെഹിക്കിളും ഞങ്ങൾ കണ്ടു. സോ അന്ന് ഈ വർഷം തുടങ്ങിയപ്പോൾ വാഷിംഗ്ടൺ DC ഞങ്ങൾ പോയായിരുന്നു. സോ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മൂൺ റോക്കിൽ തൊട്ടായിരുന്നു. ഈ വർഷം തീരാറായിട്ട് ഡിസംബർ ഞാൻ ഒന്നുകൂടി തൊടാൻ പോവാണ്. ഇവിടെ കുറേ കുട്ടികൾ വന്ന് നിൽക്കുവാണ് സ്ഥലം കിട്ടിയിട്ട്. ഇത് എല്ലാരും തൊട്ട് വന്നു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോക്കാണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങോട്ട് ആയിരിക്കും. കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക USSRും USA തമ്മിൽ വളരെ എന്താ പറയുക സ്പേസ് ഫൈറ്റ് തന്നെയാണ്. ആരാണ് ആദ്യം സ്പേസിലോട്ട് ആളെ വിടാൻ പോണേ, ആരാണ് ആദ്യം ഇന്ന സാറ്റലൈറ്റ് വിടാൻ പോണേ, അങ്ങനെയുള്ള ഒരു എന്താ പറയുന്ന ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് അറിയാം ആരാ വിൻ ചെയ്യുന്നത്. ആദ്യം യൂറി ഗഗാറിനാണ് പോയത്. സോ പുള്ളി അവിടെ ചെന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അമേരിക്ക ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. അവർ എന്താ പറയുക അവരുടെ എക്സ്പെരിമെൻറ്റ്സും ഒക്കെ ചെയ്ത് അടുത്ത 2 മാസത്തിൽ തന്നെ നമ്മളും ആളെ വിടാൻ റെഡി ആയിരുന്നു. പക്ഷേ എന്താ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും അതും അൺസക്സസ്ഫുൾ ആവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോളോ 1 മിഷൻ ആയിരുന്നു അവരുടെ മെയിനായിട്ടുള്ള എന്താ പറയുക ഫുൾ കോൺസെൻട്രേഷൻ വിട്ടിരുന്നത് മൂണിലോട്ട് ആളെ വിടാനായിട്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടുന്ന് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് 3 പേര് മരിക്കുകയാണ് ചെയ്തത്. സോ ആ 3 പേർക്കുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഈ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ എക്സിബിറ്റിൽ അവരുടെ വാക്കുകളുണ്ട്, അവരുടെ ഫോട്ടോസ് ഉണ്ട്, അവരുടെ യൂസ് ചെയ്ത സാധനങ്ങളുണ്ട്, അതിൻ്റെ അന്ന് പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളുടെ റിമൈനിങ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സിബിറ്റാണ് ഇതിന് എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജം കൊണ്ടാണ് ബാക്കിയുള്ള അമേരിക്കയുടെ എല്ലാ സക്സസ് സ്റ്റോറീസും ഉള്ളത്. സോ അത് കഴിഞ്ഞ് പല വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക കുറേ പ്രാവശ്യം മുകളിലോട്ട് പോവുകയും ചെയ്തു, കുറേ സാറ്റലൈറ്റ്സ് വിടുകയും ചെയ്തു. ഇപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ മൂണിലോട്ട് പോയ മൂണിൽ ആദ്യം കാല് വെച്ചതിൻ്റെ സ്റ്റോറീസ് കാണാം. A problem with the onboard computer. 1202 means the Eagle's onboard computer is overloaded. This means Houston is blind, unable to make navigation corrections or interpret the data coming from Eagle's computer. Armstrong and Aldrin are on their own. Mission Control decides they can go ahead. 1,000 feet and Neil Armstrong can see that the computer is proposing to put them down in a dangerous place. That landing site is full of boulders. If they land there, they will never take off again. At 350 feet, Armstrong ignores his computer navigation and veers away from the rocky landing site with no time to explain to Mission Control. Okay, all flight controllers, hang tight. In Mission Control, everybody is stunned. At 300 feet, the Eagle has left its flight plan and taken off at full speed across the face of the moon. Eagle Houston, it's descent to fuel. Monitor, over. 90 seconds of fuel remaining. Now less than 200 feet, and the Eagle is too low to safely abort back into orbit. They call this part of the flight plan Dead Man's Curve. No level? No level. All that's left for Mission Control is to read off the fuel remaining in seconds. 60 seconds. 60 seconds. The entire moon landing has come down to 2 men and 1 minute. Face down. One forward, just to the right roll. Down and out. On that light. Okay, engine stop. It's dead shut down. Tranquility Base here. The Eagle has landed. Roger, Tranquility. We copy you on the ground. You got a bunch of guys about to turn blue. We're breathing again. Thanks a lot. A short time later, history is made again. Okay, Neil, we can
See you coming down the ladder now. For one incredible moment, we are one people with one history, watching our destiny unfold. That's one small step for man, one giant leap for mankind. Armstrong is on the moon. Neil Armstrong, 38-year-old American. It was a moment shared by an entire world. I'm Neil Armstrong, in the dreams and imaginations of a new generation. Perhaps that's the greatest legacy of Apollo. It shows our children and grandchildren that with courage, imagination, and the will to explore, no dream is impossible. നീൽ ആംസ്ട്രോങ്ങിൻ്റെ ശരിക്കും ഇൻസ്പിറേഷണലായ അപ്പോളോ 11 ലൂണർ ലാൻഡിംഗ് പ്രസൻറ്റേഷന് ശേഷം ഞങ്ങൾ തിരിച്ച് കെനഡി സ്പേസ് സെൻറ്ററിലേക്ക് ബസ്സിൽ കയറി യാത്ര തിരിച്ചു. Thank you very much. Enjoy your evening. സോ എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ഐക്കോണിക് ആയിട്ട് നാസ എന്ന് പറയുമ്പോൾ നമ്മളെ കാണിക്കുന്നത്. എവിടെയാണെങ്കിലും നമ്മൾ ഗൂഗിളിലാണെങ്കിലും എന്തിലാണെങ്കിലും നാസ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെനഡി സ്പേസ് സ്റ്റേഷൻ KSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. സോ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സച്ചിൻ പെട്ട് 12 years. How do you feel? I'll let you know when they come home. The President's message said you go forward this morning on a daring enterprise and you carry the hopes and prayers of all Americans with you. And astronaut John Young, the commander of the mission, replied, "That's a right fine speech. We sure appreciate it." മനുഷ്യൻ സ്പേസിലോട്ട് പോയി പണ്ട് കാലത്ത് പോയിരുന്നു. ആ ഒരു റോക്കറ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ തിരിച്ച് ലോകത്തിലോട്ട് വരത്തുള്ളൂ. ലൈക്ക് അവിടെ ചെന്ന് ബാക്കിയുള്ള എല്ലാം സ്പേസിൽ പോയും അല്ലെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യും അങ്ങനെയുള്ള സോ കുറേ റിസോഴ്സുകളുണ്ട്, കുറേ ചിലവുകളുണ്ട് അങ്ങനെയുള്ളത്. അപ്പോഴാണ് അമേരിക്ക ഒരു എന്താ പറയുക വളരെ ഹാർഡ് വർക്കിന് ശേഷം ലൈക്ക് അവർ 12 വർഷത്തിന് എടുത്തു അവർക്ക് അങ്ങനെ ഒരു ഡിസൈൻ റെഡിയാക്കി അവർക്ക് ഒരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി. സോ ഈ ഷട്ടിൽ എന്താ പറയുക സ്പേസിൽ പോയും അവിടെ എന്ത് ആക്ടിവിറ്റി അവർക്ക് ചെയ്യണം അസൈൻ ചെയ്തേക്കുന്നത് ചെയ്ത് തിരിച്ചു വന്ന് ഒരു പ്ലെയിനെ മാതിരി ലോകത്തോട് ലാൻഡ് ചെയ്യുകയും ചെയ്യും. സോ ഇതിന് കുറേ ചലഞ്ചസ് ഇവർക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് കയറുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള എല്ലാം അവർ എന്താ പറയുന്നത് 12 വർഷം ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ റോക്കറ്റ്സ് ആണ് പാതി. ഇപ്പോൾ നമ്മുടെ എന്താ ഫ്യൂവൽ ടാങ്ക്സ് വരെ റീയൂസബിൾ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇനി ഞാൻ സംസാരിക്കുന്നത് ഇത് 1980s സമയത്തുള്ളതാണ്. സോ റിയൽ ആണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക ഈ ഡെമോൺസ്ട്രേഷൻ വളരെ രസമുള്ളതായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് നിർത്തി ഇവർ ഇതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഈ ഷട്ടിൽ പോകുന്നതിനെ കുറിച്ച് സെക്കൻഡ് പ്രസൻറ്റേഷൻ കാണിച്ചു. സോ പ്രസൻറ്റേഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ ഇതിന് ആദ്യമായിട്ടൊരു ഐഡിയ പറഞ്ഞപ്പോൾ ഒരാൾ ഒരു പേപ്പർ മോഡ്യൂളാണ് കാണിച്ചത്. സോ എന്താ പറയുക ആ ഡെമോ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നു.
ആ സ്ക്രീൻ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ട് ഒറിജിനൽ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര എല്ലാവർക്കും എല്ലാവരും കയ്യടിയും ആ ഒറിജിനലൊക്കെ അത്രയ്ക്ക് കിടലായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. സോ വളരെ വളരെ വലിയൊരു ചേഞ്ച്, വളരെ വലിയൊരു ഷിഫ്റ്റ് കൊണ്ടുവന്ന ഒരു സ്പേസ് ഷട്ടിലാണ്. സോ ഈ എക്സിബിറ്റ് കാണാനും ഇതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടു. ചോദിച്ചിട്ടൊക്കെ കണ്ടുപിടിയാണ്. ഞങ്ങളിപ്പോൾ ഒരു അടിപൊളി ഒരു റൈഡോ എന്താ പറയുക ഒരു അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ ചെയ്തത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലോഞ്ച് എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പം ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുന്നത് എങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ ആൾക്കാർക്ക് അസ്ട്രോണമിക്ക് നടത്തുമോ അതേമാതിരി തന്നെ ഞങ്ങളെ ഈ ലൈനിൽ നിൽക്കണം, ഇങ്ങനെ നടന്നു പോകണം. സോ ഡോട്ടുകളുണ്ട്, ഒരു മഞ്ഞ ലൈനുണ്ട്, അതിൽ കൂടെ നടക്കാവും. നടന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാപ്പൊക്കെ ചെയ്ത് അവർ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നെ ശരിക്കും പേടിപ്പിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ശരിയും ഓക്കെ അല്ലേ പറഞ്ഞ് കയറിയിരുന്നതിന് റിയൽ ആയിട്ടുള്ള ഫീലിംഗ് കുറേ പേര് സ്പേസിൽ പോയേക്കണ റോക്കറ്റിൽ പോയേക്കണ എല്ലാവരും തന്നെ പറഞ്ഞേക്കുന്നത് ഇത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെമോ ആണ് ഇവിടെ കാണിക്കുന്നതെന്നാണ്. ഞാൻ പേടിച്ചു. ആൻഡ് അടിപൊളി പക്ഷെ കിടിലായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്തത് മര്യാദയ്ക്കൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് നാസയിൽ പോയെന്ന് അത്രയ്ക്ക് രസമുള്ളൊരു സംഭവം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ ആ ഷട്ടിലിൻ്റെ തുറന്നിങ്ങനെ കാണിക്കുക. അപ്പോൾ നമ്മൾ സ്പേസിൽ നിന്ന് വേൾഡിനെ നോക്കുന്ന മാതിരിയാണ് കാണിക്കുന്നത്. സോ നക്ഷത്രങ്ങളും ഭൂമി എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഈ ഇത്രയും പഠിച്ചവരും അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ളവരും എല്ലാവരും അവിടെ ചെന്നിട്ട് അവർ ഈ ഭൂമിയിലേക്ക് ഈ ഭൂമി ഒരൊറ്റ സംഭവമാണ്, ഇത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. അവർ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചിലർക്ക് ചെല്ലുമ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിരുന്നെന്ന് പറയില്ലേ, അതുമാതിരിയാണ് അവരും പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, ലോകത്തെ മൊത്തമായിട്ടാണ്. സോ നമ്മുടെ ഇവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാറും അതും ഇതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ സുന്ദരമാണ്. നമുക്കത് ഭംഗിയായിട്ട് തന്നെ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ അടുത്ത എക്സിബിഷനിലോട്ട് പോവാണ്. ഇവിടെ മണി 5 ആവാറായി. അതിന് മുമ്പ് ഞങ്ങൾ അടുത്ത എക്സിബിഷൻ വന്നിരിക്കുന്നത് ഹോൾ ഓഫ് ഹീറോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണെങ്കിൽ എന്താ പറയുക ഇതിനു മുമ്പ് സ്പേസിൽ പോയവരുടെയും അവരുടെ കഥകളും അവരെങ്ങനെയാണ് ഇൻസ്പയർഡ് ആയിരുന്നത്, അവർ ഹീറോസ് ആരൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്റ്റോറീസും ഇവിടെ പറഞ്ഞു. ഇപ്പം ഞങ്ങളൊരു 3D എന്താ പറയുക ഒരു വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ വിഷനെ വേറെയായിരുന്നു. അവർക്കിത് എക്സ്പ്ലോർ ചെയ്യണം, അതിനപ്പുറത്ത് എന്താണെന്ന് അറിയണം, അവരുടെ ക്യൂരിയോസിറ്റിനെ കുറിച്ചും അവരുടെ എന്താ പറയുക ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ എന്താ സ്പേസ് എക്സ്പ്ലോറേഷനെ കുറിച്ചുള്ള പുഷിനെ കുറിച്ചും എല്ലാമാണ് അവർ പറഞ്ഞത്. ആൻഡ് ഇപ്പം ഞങ്ങൾ കാണാൻ പോകുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഹീറോസാണ്, ലൈക്ക് സ്പേസ് ഹീറോസിൻ്റെ ഒരു ഹാളിലോട്ട് കാണാൻ പോവാണ്. അലൻ ഷെപ്പേർഡ്, നീൽ ആംസ്ട്രോങ് പോലുള്ള നാസയുടെ മഹാരഥന്മാർ കണ്ട സ്വപ്നങ്ങൾ വലുതായിരുന്നു. സ്വാർത്ഥരായ മറ്റു മനുഷ്യരെ പോലെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചവരായിരുന്നില്ല ഇവർ. മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരായിരുന്നു. ഇവർക്ക് വഴികാട്ടിയായി നിന്ന് തീരുമാനങ്ങളെടുത്ത ജോൺ എഫ് കെനഡി പോലുള്ള മഹാന്മാരായ നേതാക്കളും കൈത്താങ്ങായി നിന്ന് നാസയ്ക്ക് വേണ്ടി ആർപ്പ് വിളിച്ച ആ രാഷ്ട്രത്തിന്റെ ജനതയും ഇന്നും ഈ രാജ്യത്തിന് അഭിമാനമാണ്. 1950കളിൽ തുടങ്ങി എലോൺ മസ്കിന്റെ സ്പേസ് എക്സിലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും മാർസ് മിഷനുകളിലും എത്തി നിൽക്കുന്ന അമേരിക്കൻ സ്പേസ് ഹിസ്റ്ററി ലോകത്തിന് സമ്മാനിച്ചത് അനേകായിരം ശാസ്ത്ര നേട്ടങ്ങളാണ്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ക്യാമറ മുതൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ബേബി ഫോർമുല വരെ നാസയുടെ സംഭാവനകളാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിത്തല്ലിയ ഒരു ജനത ആയിരുന്നില്ല, മറിച്ച് ലോകശാസ്ത്രത്തിനും സ്വന്തം നാടിനും വേണ്ടി നെഞ്ചുമിരിച്ച് ഇറങ്ങിയ ഒരു ചരിത്രമാണ് നാസയ്ക്കുള്ളത്. താഴെ നിന്ന് നോക്കിക്കണ്ട ചന്ദ്രനിൽ വെറും 10 വർഷം കൊണ്ട് എത്തിച്ചേർന്ന് അവിടെ സ്വന്തം രാജ്യത്തിന്റെ കൊടികുത്തിയവരുടെ ചരിത്രം, ഒരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ചരിത്രം. ഒരു രാഷ്ട്രവും നേതാക്കളും അതിന്റെ ജനതയും ഒറ്റക്കെട്ടായി ഇറങ്ങി തിരിച്ചാൽ ഏത് വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് നാസ.
ഓരോ ഗൈസ് എൻ്റെ വീഡിയോ എത്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാസയിൽ പോയി അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ചാണ് ഹോട്ടലെത്തിയാണ്. തിരിച്ച് ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 200 മൈൽ 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയാണ്. ഞങ്ങൾ നാസയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഞങ്ങൾ മയാമിയിലെത്തിയേക്കാണ്. മയാമിയിൽ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് കയറി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ആകെപ്പെടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ആകെ പട്ടിണിയാണ്. ഇന്ന് ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിയുമ്പോൾ രാത്രി 12 മണിയായി ഇവിടെ സമയം. എങ്ങനെയുണ്ടായിരുന്നു? നാസ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറേ കാഴ്ചകളുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ എന്താ പറയുക പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ലൈക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ പ്രസൻറ്റേഷൻസിൽ. ആൻഡ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ടാമത് ഇങ്ങോട്ടുള്ള യാത്ര. ഇങ്ങോട്ട് ഞങ്ങൾ വിചാരിച്ചത് കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നാസയിൽ കാഴ്ചകൾ കണ്ട് തീർക്കാൻ പറ്റും. ഒരു ദിവസം കാണാനുള്ളത് ഫുള്ളുണ്ട് നാസയിൽ. ഇപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഏകദേശം $50 അഡ്മിഷൻ ഫീ. സോ പല കാറ്റഗറിയിലാണെങ്കിൽ $60 അഡ്മിഷൻ ഫീ, പിന്നെ $10 പാർക്കിംഗ് ഫീ, $7 ചെലവ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി അഡീഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. $150, $175 ഞങ്ങൾ കയറിയില്ലായിരുന്നു. ഇന്ന് ആക്ച്വലി ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. സ്പേസ് എക്സിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിസ്സായിപ്പോയതല്ല, അവര് ഉണ്ടായിരുന്നില്ല. അത് അടുത്ത ദിവസം പോസ്റ്റ്പോൺ ചെയ്തൊക്കെയാണ്. നമുക്ക് അത് നാളേക്ക് നടക്കാൻ പോകുന്നത്. വെതറിന്റെ പ്രശ്നങ്ങൾ കാരണം മാറ്റിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നാളെ വെതർ നല്ലതാണെങ്കിൽ നാളെ ഉണ്ടാവണം. പക്ഷെ ഞങ്ങൾ നല്ല ദൂരത്തോട്ട് വന്നു. ഞങ്ങളിപ്പോ മയാമി ബീച്ചിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇതൊരു ഹോസ്റ്റൽ മാതിരിയുള്ളൊരു സെറ്റപ്പ്. റൂമൊക്കെ വേറെ വളരെ വെറൈറ്റി ഉള്ള റൂമൊക്കെയാണ്. അത് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ റൂം ടൂറിൽ കാണിക്കുക. ഇന്നതിന് വയ്യ, ഞങ്ങൾ അവിടെ ഇടങ്ങേറിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് കയറുകയും ചെയ്തു. ഇന്നും ഫുഡ് കിട്ടിയില്ല. ഇന്ന് ഞങ്ങൾ ഉള്ള ഫുഡൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. സോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഗീക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. ആൻഡ് ഇങ്ങനത്തെ ഈ യാത്രയുടെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ബെല്ലൈക്കൺ എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച കീ വെസ്റ്റിലേക്കുള്ള ഒരു അടിപൊളി റോഡ് ട്രിപ്പായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹായ് ഓക്കെ. ഇത് സാൻഡ്വിച്ച് ഉണ്ട്, ബീച്ച് സാൻഡ്വിച്ച് ഉണ്ട്. ഇത് ഷെയർ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു.